ഹലോ ഓൾ വെൽക്കം ടു ഗ്രീഷ്മാസ് ലേണിംഗ് സ്പേസ്. നാഷണൽ പാർക്കുകളൊക്കെ കോഡ് രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ കോഡ് ഓർത്തിരിക്കാൻ പിന്നെ നമ്മുടെ കുറേ ടൈം അങ്ങ് പോവും. ഏത് കോഡായിരുന്നു അത് മറന്നു പോവും. പിന്നെ കോഡുകൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ടാസ്ക്കാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ കണക്ട് ചെയ്ത് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ സ്റ്റോറീസ് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയിലുണ്ടെങ്കിൽ തന്നെ കണക്ട് ചെയ്ത് ബാക്കി എല്ലാം കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റോറീസ് ആക്കി പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വെസ്റ്റ് ബംഗാളിലെ നാഷണൽ പാർക്കുകൾ ഒരു ചെറിയ സ്റ്റോറി ആക്കി പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മെമ്മറിയിൽ അത് കിട്ടും. സോ അതിനു മുന്നേ വെസ്റ്റ് ബംഗാളിലെ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നും അറിയേണ്ട, ചുമ്മാ സ്റ്റോറി ആക്കുന്നതിൽ ഒരു അർത്ഥമില്ല അല്ലെ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ ഏതൊക്കെയാണ് ആ വെസ്റ്റ് ബംഗാളിലെ നാഷണൽ പാർക്കുകൾ എന്ന് നോക്കാം. ഒന്നാമത്തത് സുന്ദർബൻസ് നാഷണൽ പാർക്കാണ്. സുന്ദർബൻസ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ടൈഗർ റിസർവ് ഒക്കെ ഉള്ളതാ. നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ പ്രത്യേകത അറിയാലോ, ടൈഗർ റിസർവ് ഉണ്ട്. എല്ലാ നാഷണൽ പാർക്കിലും ഓൾമോസ്റ്റ് ടൈഗർ ഉണ്ട്. ഓക്കെ, അപ്പൊ സുന്ദർബൻസ് നാഷണൽ പാർക്ക് ടൈഗർ റിസർവിൽ ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് സുന്ദർബൻസ് നാഷണൽ പാർക്ക്. ഓക്കെ, ജൽദപ്പാറ നാഷണൽ പാർക്ക്. അടുത്തത് ജൽദപ്പാറ നാഷണൽ പാർക്കാണ്. ജൽദപ്പാറ നാഷണൽ പാർക്ക് വൺ ഹോൺ റൈനോസസിനൊക്കെ ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ്. അടുത്തത് ഗോരുമാര. ഗുരുമാര അല്ലെ ഗോരുമാര കേട്ടോ, ഞാൻ എപ്പോഴും ഗുരുമാര എന്ന് പറയുന്നത്. ഗോരുമാര നാഷണൽ പാർക്ക് കേട്ടോ. ഞാൻ അപ്പൊ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗുരുവിനെ ആക്കിയത്. ഗോരുമാര നാഷണൽ പാർക്ക്, ഗോരുമാര നാഷണൽ പാർക്ക്. അടുത്തത് നിയോറ വാലി നാഷണൽ പാർക്ക്. നിയോറ വാലി നാഷണൽ പാർക്ക്. ഓക്കെ, നിയോറ വാലി നാഷണൽ പാർക്ക്. അടുത്തത് ബുക്സ ടൈഗർ റിസർവ് ആണ്. ബുക്സ ടൈഗർ റിസർവ് അല്ലെങ്കിൽ ബുക്സ നാഷണൽ പാർക്കാണ്. ലാസ്റ്റ് വൺ സിംഗലില നാഷണൽ പാർക്ക്. സിംഗലില നാഷണൽ പാർക്ക്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് ചെറുതായിട്ട് സ്റ്റോറി ആക്കാം. അപ്പൊ ജൽദപ്പാറയിൽ നിന്നാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പാറയുണ്ട്. ആ പാറയ്ക്കകത്ത് ഇങ്ങനെ ജലം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും അതിനെ ജൽദപ്പാറ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ഫിഗർ ഉണ്ടെങ്കിൽ തന്നെ നാഷണൽ പാർക്കുകളെല്ലാം കിട്ടും. ഓക്കെ, വെസ്റ്റ് ബംഗാളിലെ നാഷണൽ പാർക്ക് ടൈഗർ റിസർവ് ഒരുപാടുള്ള, നമ്മുടെ ടൈഗറിന് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ടൈഗർ എന്ന് എടുത്ത് പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ വെസ്റ്റ് ബംഗാൾ നമുക്ക് സ്റ്റോറി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഒരുപാട് ടൈഗറൊക്കെ ഉള്ള നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ നാഷണൽ പാർക്കിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പാറ പറയുന്നുണ്ട്, ജൽദപ്പാറയാണ്. ജലം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ട് വലിയ പാറ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവിടെ കുഞ്ഞായിട്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഗുരുവുണ്ടേ. അവിടെ ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിനെ എന്താ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ സന്യാസിയാണല്ലേ, സന്യസിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ഒരു ഗുരു ഉണ്ടല്ലേ, ഒരു ഗുരുവിനെ ഓർത്താൽ മതി. ഓക്കെ, ഗുരുവിന്റെ പേര് മാര എന്നാ, ഗുരുമാര. ഓക്കെ, ഗുരുമാര. മാര എന്നുള്ള പേരൊക്കെ നിങ്ങൾ തമിഴ് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ഗുരുമാര. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കുക. ശരിക്കും റിപ്പീറ്റ് അടിക്കണം കേട്ടോ. ഒറ്റ കാര്യത്തിൽ അങ്ങനെ അത്രയും സെക്കൻഡ്സിനുള്ളിൽ പഠിക്കാന്നല്ല പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ പോയില്ല. അതിനുവേണ്ടി സ്റ്റോറി ആക്കുക. എൻ്റെ ഒപ്പം സ്റ്റോറി ആക്കാനായിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. മാത്രമല്ല ഒരാൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജന്മത്തെ മാർക്കത്തില്ല. ഓക്കെ, അപ്പൊ ആദ്യം എന്താ പറഞ്ഞ, ജൽദപ്പാറ. ജലം വീഴുന്ന ഒരു പാറ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ജലം വീഴുന്ന, മഴ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക, ജലം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ജൽദപ്പാറ ഓർക്കുന്നുണ്ടല്ലോ. ജൽദപ്പാറ നാഷണൽ പാർക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ജൽദപ്പാറ. അവിടെ ഒരു ഗുരു ഉണ്ട്. ഗുരുമാര ആണ്, ഗുരുമാര. അപ്പം ഗുരുവുണ്ട്, പേരെന്താ, മാര, ഗുരുമാര. ഓക്കെ, അപ്പം ജൽദപ്പാറക്കകത്ത് ഗുരുമാര ഇരിപ്പുണ്ട്. ഗുരു എന്താണ്, നല്ല സുന്ദരനായ ഗുരുവാണ്. സുന്ദരനായ ഒരു ഗുരുവാണ്. ഓക്കെ, അപ്പം ജലം വീഴുന്ന ഒരു പാറ, അതിനകത്ത് സുന്ദരനായിട്ടുള്ള ഒരു ഗുരുമാര ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ആ ഗുരുവിന് കുറേ ടൈഗർ ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എന്തില്ല, സിംഹം ഇല്ലാത്ത പാറയാണ് കേട്ടോ. അവിടെ സിംഹം കയറില്ല. സിംഹം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സിംഹം എന്ന് പറയുമല്ലോ, അതും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ സിംഹം ഇല്ല എന്ന് പറഞ്ഞാൽ സിംഗലില്ല. ഓക്കെ, ഓക്കെ, സിംഗയില്ല. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒരു പാറയുണ്ട്, അവിടെ വെള്ളം വീഴുന്ന, പിക്ചറൈസ് ചെയ്യാം. പാറയുണ്ട്, ജലം വീഴുന്ന ഒരു പാറയാണ്, ജൽദപ്പാറയാണ്. ആ ജൽദപ്പാറയിൽ ഒരു ഗുരുമാരയുണ്ട്, ആള് സുന്ദരനാണ്. അവിടെ ടൈഗർ ഉണ്ട്, പക്ഷേ സിംഹയില്ല. അങ്ങനെ തന്നെ ഓർക്കുക. വെസ്റ്റ് ബംഗാൾ ടൈഗർ ഉണ്ട്, സിംഹയില്ല. അങ്ങനെ തന്നെ ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ജൽദപ്പാറ, ഗുരുമാര, സുന്ദർബൻ, സിംഗലില ഇത്രയും നാഷണൽ പാർക്കുകൾ ആയി കഴിഞ്ഞു.
ഓക്കെ, ജൽദപ്പാറ, ഗുരുമാര, സുന്ദർബൻ, സിംഗലില്ല, ഇത്രയും നാഷണൽ പാർക്കുകൾ ഈ ഒരു ഇത്രയും കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി കഴിഞ്ഞു അല്ലെ. അപ്പൊ പിക്ചറൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരു ജൽദപ്പാറ ഇമാജിനേഷനിൽ വരിക, ഒരു ഗുരുമാരെ വരുത്തുക, സുന്ദരനാണെന്ന് ഓർക്കുക. അപ്പോൾ അതുപോലെ തന്നെ സിംഗിൾ ഇല്ല എന്നുള്ള കാര്യവും ഓർക്കുക. ഈ 2 എണ്ണം കൂടെ ഉള്ളൂ അത് നമുക്ക് പഠിക്കാൻ. ജസ്റ്റ് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നിയോറയാണ്. നിയോറ എന്ന് പറഞ്ഞൊരു ആള്, ഒരു ലേഡി, നിയോറ എന്ന് പറയുന്ന ഒരു ലേഡി വരുവാണ്. നിയോറ വരുവാണ്. നിയോറ ഗുരുമാരെ കാണാൻ വരുമ്പോൾ ഒരു ബോക്സിനകത്ത് എന്തോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വരുന്ന ഒരു ബുക്സാ, കുറെ ബുക്സ് കൊണ്ടുവന്നേക്കോട്ടെ. ബുക്സ എഴുതുമ്പോൾ ബുക്സ, നമ്മൾ വായിക്കുമ്പോൾ സ്റ്റോറി കേൾക്കുമ്പോൾ ബുക്സ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ബുക്സ, അപ്പൊ ബുക്സ് ആയിട്ട് വരുവാണ്, ബുക്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കുവാണ്. ഓക്കെ, അപ്പൊ നിയോറ എന്ന് പറഞ്ഞ ഒരാള് ബുക്സ് ഗിഫ്റ്റുമായിട്ട് കൊണ്ടുവന്നേക്കുവാണ്. ആരെ കാണാനായിട്ട്? ഗുരുമാരെ കാണാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി. ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പക്ക നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ജൽദപ്പാറ, ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ അക്സെപ്റ്റ് ചെയ്തതാണ്, അവരുടെ മനസ്സിൽ ഒക്കെ ആയ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ജൽദപ്പാറ, ഗുരുമാര, സുന്ദർബൻസ്, സോ സിംഗലില്ല, നിയോറ, ബുക്സ. ഓക്കെ, ഇത്രയുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഒരു തവണ ഇത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി പക്കയാവും. പിന്നെ നിങ്ങൾ ഇത് സ്റ്റോറിയുടെ ഇതിൽ എവിടെയെങ്കിലും കണ്ട സിംഗിൾ ഇല്ല അപ്പൊ ടൈഗർ ഉണ്ട്, വെസ്റ്റ് ബംഗാൾ, നിയോറ ബുക്സ് ആയിട്ട് പോയ കഥയുണ്ടല്ലോ. സോ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം നിങ്ങൾക്ക് അടുത്ത ഒരു സെക്ഷനിൽ ഞാൻ ഇത് പറഞ്ഞുതരാം, ഉത്തരാഖണ്ഡിലെ നാഷണൽ പാർക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതുപോലൊരു സ്റ്റോറി ആയിട്ട് ഉത്തരാഖണ്ഡിലെ നാഷണൽ പാർക്ക് പറഞ്ഞുതരാം. താങ്ക് യു.